കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷന്റെ പ്രധാന സാക്ഷിയായിരുന്ന നടി മഞ്ജു വാര്യരുടെ മൊഴികൾ വിശ്വസിക്കാൻ വിചാരണ കോടതി തയ്യാറായില്ല. കോടതിയുടെ വിധിന്യായത്തിൽ മഞ്ജു കോടതിയിൽ നടത്തിയ പല വെളിപ്പെടുത്തലുകളും അന്വേഷണ സമയത്ത് പോലീസിന് നൽകിയ മൊഴിയിൽ ഇല്ലായിരുന്നു എന്ന് ഗൗരവമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ദിലീപും കാവ്യമാധവനുമായുള്ള ബന്ധമാണ് തങ്ങളുടെ വിവാഹമോചനത്തിന് കാരണം എന്ന് മഞ്ജു കോടതിയിൽ മൊഴി നൽകി. ദിലീപിന്റെ പഴയ ഫോണിൽ കണ്ട കാവ്യയുടെ മെസ്സേജുകളാണ് ഇതിന് തുടക്കമിട്ടതെന്നും മഞ്ജു വെളിപ്പെടുത്തി. എന്നാൽ ഈ മെസ്സേജുകളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഈ സുപ്രധാനമായ ഒഴിവാക്കൽ അല്ലെങ്കിൽ ഒമിഷൻ വിധിന്യായത്തിൽ കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹമോചന ഹർജി മ്യൂച്വൽ ആക്കാൻ താൻ മുൻകൈയെടുത്തു എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ തെളിഞ്ഞപ്പോൾ മഞ്ജുവിൻ്റെ മറുപടി ഓർമ്മയില്ല എന്നായിരുന്നു. ദിലീപിൻ്റെ കാവ്യയുമായുള്ള ബന്ധം കുടുംബ കോടതിയിൽ തെളിയിക്കാൻ തനിക്ക് കഴിയില്ല എന്ന സംശയം മഞ്ജുവിന് ഉണ്ടായിരുന്നതിനാലാണ് അവർ മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതിച്ചത് എന്ന പ്രതിഭാഗത്തിൻ്റെ വാദത്തിന് ഇത് ബലമേകി. കാവ്യയുടെ അമ്മയെ വിളിച്ചുവെന്നും ദിലീപ് കാവ്യ ബന്ധത്തിൽ അവർക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നും മഞ്ജു മൊഴി നൽകിയിരുന്നു. ഈ സുപ്രധാന മൊഴിയും അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്ന് കോടതി കണ്ടെത്തി. കൂടാതെ ഗീതു മോഹൻദാസ്, സംയുക്ത വർമ്മ എന്നിവർക്കൊപ്പം അതിജീവിതയായ നടിയെ കണ്ട കാര്യവും നടിയുടെ പിതാവിൻ്റെ നിർബന്ധം മൂലമാണ് അതിജീവിതയായ നടി സത്യം വെളിപ്പെടുത്തിയത് എന്ന കാര്യവും അന്വേഷണ രേഖകളിൽ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ മൊഴിയിലെ നിരവധി വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദിലീപിൻ്റെ അഭിഭാഷകൻ നടത്തിയ വാദങ്ങൾ കോടതി കൃത്യമായി പരിഗണിച്ചു. കുറ്റവാളിയെ ശിക്ഷിക്കാനുള്ള കൃത്യമായ തെളിവുകൾ മഞ്ജുവിൻ്റെ മൊഴിയിലൂടെ കോടതിക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്ന വിലയിരുത്തലാണ് ദിലീപിന് ഈ കേസിൽ വലിയ ഒരു ആശ്വാസമായത്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇതുപോലെ സിനിമ, സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.